ഇന്ന് നമുക്ക് പൂവിടാൻ തുമ്പപ്പൂ പറിക്കാൻ പോയാലോ? ഞാനും അമ്മയും കൂടെ ആട്ടോ പോകുന്നത്. 5 മണിക്ക് എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞിട്ട് 6 മണിയായിപ്പോയി. പൂ കിട്ടുകയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും പോകുന്ന വഴിയിൽ റോഡ് സൈഡിലൊക്കെ കണ്ട പൂക്കളൊക്കെ ഞങ്ങളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ അടുത്തൊരു മലയുണ്ട്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെയാണ് പറിക്കാൻ പോകുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാവും എന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് അമ്മ പറയുന്നത്. വേഗം പോവാം, ഇവിടെ നിന്നൊക്കെ കുറച്ച് പറിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വേഗം പോവുക. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിലൊരു തലയിൽ കെട്ടിയ ഒരാളെ കാണുന്നില്ലേ? അത് വെള്ളാട്ടപ്പൊക്കറല്ല കേട്ടോ, അതാണ് അമ്മ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്ന വഴിയിൽ കണ്ട് കുറച്ച് തളിരില കേട്ടോ, കുറേ ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ കയറി പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൂ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പൂ കിട്ടും. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവിടെ മുഴുവൻ ആൾക്കാർ വന്ന് പൂവെല്ലാം പറിച്ച് പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, പൂവും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെയുള്ള ഒരു അരുവിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല തണുപ്പൊക്കെ ആയിട്ട്. ചുറ്റും ഈ മരത്തിൻ്റെ പേര് കൈത എന്നാണ് കേട്ടോ. കൈതേനോണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. നല്ല വെള്ളമാണ്. കുറച്ച് മുകളിൽ നിന്നാണ് വീട്ടുകാരൊക്കെ വെള്ളം ഇടുന്നൊക്കെ ഉണ്ട്, കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഇത് കൈതച്ചെടി ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് ഇങ്ങനെ ഇലയൊക്കെ വരിക. ഇതിനാണ് ഒടുക്കത്തെ മുള്ളായിരിക്കും. മുള്ളിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലെ കേട്ടോ ഇതിൻ്റെ ഇലകളുണ്ടാവുക. 2 സൈഡിലും സെൻറ്റർ പോർഷനിലും മുള്ളായിരിക്കും. ഇത് തൊട്ടാൽ അവിടെ നമ്മളെ ഡ്രസ്സൊക്കെ കുടുങ്ങിപ്പോവും, അത്രയും മുള്ളാണ്. പിന്നെ തിരിച്ച് വരുന്ന വഴിയിൽ ഒരു പറമ്പുണ്ടായിരുന്നു, അവിടെ പൂവുണ്ടോ നോക്കാൻ കയറിയപ്പോഴാണ് ഈ ചെടികളൊക്കെ കണ്ടത്. ഈ വീഡിയോയിൽ ഇതൊക്കെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ എടുത്തിട്ട്. ഇതിനൊരു വയലറ്റ് കളർ പൂവാട്ടോ ഉണ്ടാവുക. കളിക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു പണ്ട്, ചോറും കറിയൊക്കെ വെച്ച് കളിക്കുമ്പോൾ. ഇത് ഇവിടെയുള്ളൊരു നെല്ലിമരം കേട്ടോ. ഇതിൻ്റെ അകത്ത് നിറച്ചും കായൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം കായ ഉണ്ടാകുന്ന സമയമല്ലല്ലോ, അതുകൊണ്ട് കായൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ തുമ്പപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഓരോരുത്തരും പറിച്ചു പോയതാണ്. നമ്മൾ വൈകിപ്പോയതാണ് പ്രശ്നമായത്. അതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് തിരക്കാക്കുന്നുണ്ട്. പൂവും കിട്ടിയില്ല, വേഗം പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ കാണുന്ന പൂക്കളൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ ഈ പൂവിന് നിങ്ങളെ നാട്ടിലെന്താ പറയുകയെന്ന് പറയണേ. പിന്നെ കണ്ട കായകളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ വരിക. പിന്നെ ഞങ്ങൾ മുള്ളുമ്പൂ പറിക്കും കേട്ടോ. മുള്ളുമ്പൂ കുറേ എണ്ണുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, വേഗം പറിച്ചെടുക്കുകയും ചെയ്യാം. നിങ്ങൾ ഇടാറുണ്ടോ മുള്ളുമ്പൂ? പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഒഴിവാക്കി വെച്ച പറമ്പിൽ നിന്നൊക്കെ തുമ്പപ്പൂ വേണ്ടേ, അങ്ങനെ വേണ്ടിയിട്ട് കുറച്ച് പൂവൊക്കെ പൂ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പൊന്നാമേനെ കണ്ടത്. ഇത് ഞങ്ങൾ പൊന്നാമ എന്നാട്ടോ പറയുക. ഗ്രീൻ കളറുള്ള, ഇതേപോലെ ഗോൾഡൻ കളറുള്ളതൊക്കെ ഉണ്ട്. ഈ പറമ്പിലൊക്കെ ഉണ്ടാവും അങ്ങനെ, ഈ ചെടീൻ്റെ മുകളിലൊക്കെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാം. ഈ പൂവിനെ ഞങ്ങളിവിടെ പറയുന്നത് പട്ടാണിപ്പൂ എന്നാട്ടോ, വെറൈറ്റി അല്ലേ. ഇതിൻ്റെ ഒറിജിനൽ പേരെന്താണെന്ന് അറിയില്ല. ഇനിയിപ്പം എൻ്റെ വീട്ടുകാർ മാത്രം പറയുന്ന പേരാണോ എന്നും സംശയമുണ്ട്. അങ്ങനെ ആ പൂവും പറിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാം. പിന്നെ ഇനി ബാക്കിയുള്ള പൂക്കളൊക്കെ, വീട്ടിലുള്ള പൂക്കളൊക്കെ പറിച്ചിടാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ ആയിട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് പറിക്കാനുള്ള പൂവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും വീഡിയോ. ബൈ.